അവിടുന്ന് പിന്നെ സമയം പോയി. അവിടുന്ന് ആങ്ങൾ ചെന്ന് വീട്ടിൽ ചെന്ന് ഉപ്പും തൈലം എടുത്തുകൊണ്ട് വന്നു. അവിടുന്ന് ഇവരാദ്യം പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾക്കൊന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞില്ലേ, ഇനി അമ്മയ്ക്ക് അത് ചെയ്യാനുള്ളത് അത് നിങ്ങൾ തടയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അത് കൊടുത്തോട്ടെ. അതിൻ്റെ വിശ്വാസം ഞാൻ IC കയറി മാതാവിനോട് പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണവും അത്തിൻ്റെ സംരക്ഷണവും ചൊല്ലി ഉപ്പും തൈലവും കൊടുത്ത് അവിടുന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ കയ്യിലുള്ള ജപമാല ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൈ കൊടുത്താൽ അമ്മ എനിക്കൊരു ധൈര്യത്തിന് ഒന്നുമില്ല. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ എനിക്കും താങ്ങാനുള്ള ശക്തി നീ തരണമെന്ന് പറഞ്ഞു. അപ്പോൾ അവരവിടുന്ന് മെഡിക്കൽ ഒരു സിസ്റ്റർ ഇറങ്ങി വന്നിട്ട് എന്നോട് പറഞ്ഞു ഇത് പ്രിൻസിൻ്റെ സാധനങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ജപമാല എൻ്റെ കൈ തന്നു. പക്ഷേ അന്നപ്പോൾ എനിക്കറിയാം അങ്ങനെ ഒരു കൊന്ത ചേട്ടയുടെ കയ്യിലില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ആ ജപമാല എൻ്റെ കൈ കിട്ടിയപ്പോൾ എനിക്ക് എവിടുന്നോ എൻ്റെ അമ്മയുടെ അദൃശ്യമായ സാന്നിധ്യം എനിക്ക് അനുഭവപ്പെടാൻ തുടങ്ങി. ദേവി എൻ്റെ മനസ്സിനെ ധൈര്യപ്പെടുത്തി. ഞാൻ അവിടുന്ന് നേരെ നിത്യാരാല ചാപ്പലിലേക്ക് പോയി. അവിടെ ഇരുന്ന് കുറേ നേരം പ്രാർത്ഥിച്ച് എത്രയും നാൾ മാതാ വിശ്വാസപ്രമാണം ചൊല്ലി അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് ഞാൻ ചോദിച്ചു അപ്പം സെൻട്രൽ ലൈൻ ഇട്ടു, വെന്റിലേറ്ററിലേക്ക് മാറ്റി. അപ്പം വേണമെങ്കിലും കാർഡിയാക് അറസ്റ്റ് ഉണ്ടാകും, പൊട്ടാസ്യം ഒക്കെ കുറവാണ്, BP ഭയങ്കര ലോ ആണെന്നൊക്കെ ഉള്ള റിസൾട്ടുകളാണ് മെഡിക്കലൈസ് ചെയ്യുന്നത്. പുറത്തോട്ട് അവിടെയുള്ള സകലമായ ഡോക്ടേഴ്സും വന്ന് കണ്ടു. ഇനി ഒന്നും ചെയ്യാനില്ല, നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ മാറ്റാം. പക്ഷേ പേഷ്യൻ്റെ ബോധം പോയിട്ടില്ല, അത് മാത്രമാണ് ഒരു ഇത്. ഞാൻ പറഞ്ഞു അമ്മയുണ്ട്, അമ്മ കൂടെയുണ്ട്, അതുകൊണ്ടാണ് ഒന്നും പറ്റാത്തത്. പക്ഷേ അമ്മയുടെ ഉപ്പും തൈലം ഞാൻ കൊടുത്തിട്ട് അമ്മ ഇടപെടുന്ന നിമിഷം വരെ ഉള്ളൂ. അത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്കും ബോധ്യപ്പെടും. അമ്മ ഇടപെടും, അമ്മ ഇടപെടുന്ന അത്രയും നേരം വരെയുള്ള വിഷമേ ഉള്ളെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങളുടെ വിശ്വാസം പോലെ സംഭവിക്കട്ടെ, ഞങ്ങളും എല്ലാം അതിനുവേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഒരു 6:30 ആയപ്പോഴത്തേക്ക് അവർ ഉപ്പും തൈലം ഞാനൊരു 5 മണിയൊക്കെ ആയപ്പം കൊടുത്തതാണ്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ നിത്യാരാണി ചാപ്പലിൽ പോയി തിരിച്ച് വന്നപ്പോഴത്തേക്ക് അവരെന്നോട് വന്നിട്ട് പറഞ്ഞു BP കൂടാൻ തുടങ്ങിയിട്ടുണ്ട്, പാൽപേഷ്യൻ ഇപ്പോൾ കിട്ടുന്നുണ്ട്, പേടിക്കാനുള്ള സാഹചര്യം മാറും, പേഷ്യൻ്റെ കണ്ടീഷൻ മാറ്റമായി വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇനി നിങ്ങളൊന്നും ചെയ്തില്ലല്ലോ, എൻ്റെ അമ്മ ഇടപെട്ടു, എനിക്കത് ബോധ്യപ്പെട്ടതാ എന്ന് പറഞ്ഞു. പിന്നെ എന്നാൽ പറഞ്ഞു അവിടുന്ന് മാറ്റുന്ന കാര്യം പറഞ്ഞായിരുന്നു. ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ഇവിടുന്ന് മാറ്റി എങ്ങോട്ടാണ് കൊണ്ടുപോകാൻ, അമ്മയുടെ ഇഷ്ടപ്രകാരം ഇവിടുന്ന് മാറ്റണമെന്നാണെങ്കിൽ മാറ്റണമെന്ന് പറഞ്ഞു. ഇപ്പോൾ ബിലിവേസിലോട്ട് ആദ്യം ചോദിച്ചപ്പോൾ പേഷ്യൻ്റെ കണ്ടീഷൻ മഹാമോശമായി തരണം അവർ പറഞ്ഞു ബെഡിലെന്നാണ് ആദ്യം പറഞ്ഞത്. അത് കഴിഞ്ഞ് അമ്മ ഇടപെട്ട് 2 ഡോക്ടർമാരും 2 നേഴ്സുമാരും കൂടി വന്ന് ചേട്ടനെ ചെത്തിപ്പഴയുന്ന മെഡിക്കൽ ICU ബിലിവേസിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ അവിടുന്ന് പോകുന്നതിന് മുമ്പ് യൂറിൻ പാസ് ചെയ്തു. അതുവരെ ഒരു 5 മില്ലി യൂറിൻ റൊട്ടീൻ ചെയ്യാൻ പോലും അവർക്കില്ല. കിഡ്നി എല്ലാം പോയി, ക്രിയാറ്റിൻ 2.6 ഉണ്ട് എന്നൊക്കെ പറഞ്ഞാണ് അവർ ഡയാലിസിസ് ചെയ്യേണ്ടി വരും. ഇവിടുന്ന് അതിന് വേണ്ടിയിട്ടാണ് ഇവിടുന്ന് മാറ്റുന്നെങ്കിൽ മാറ്റിക്കോളാൻ അവർ പറഞ്ഞത്. പക്ഷേ അവിടുന്ന് പോകുന്നതിന് മുമ്പ് അമ്മ ഇടപെട്ടത് അവരെല്ലാം സാക്ഷിയായി. BPയും കൂടി യൂറിനും പാസ് ചെയ്തിട്ടാണ് അവിടുത്തെ മെഡിക്കൽ ICU ചേട്ടനെ ബിലിവേസിലോട്ട് മാറ്റുന്നത്. അവിടുന്ന് രാത്രി ഒരു 9:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ബിലിവേസിലെത്തി. അവിടെ ചെന്ന് അവിടെ പ്രാഥമിക എല്ലാം കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞു പേടിക്കാനൊന്നുമില്ല, പഴയ കണ്ടീഷനൊന്നും